ഷിയാസ് കരീം റിലേറ്റഡ് ആയിട്ട് ഈ അടുത്ത് വന്ന കേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഷിയാസ് കരീമിന്റെ റീസെന്റ് ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിൽ ഷിയാസ് കരീം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഷിയാസ് കരീം എന്താണ് പറഞ്ഞതെന്നുള്ളത് നോക്കാം. മീഡിയ എനിക്ക് പേടിയാണ് സീരിയസ്ലി. കാര്യം നല്ല മീഡിയക്കാരെ എനിക്ക് പേടിയില്ല. നിങ്ങൾ നല്ല മീഡിയ, അത് നിങ്ങളെൻ്റെ സുഹൃത്തിനെ പോലെ എൻ്റെ സംസാരിക്കുന്നത്. ചില ആളുകൾ ഷിയാസ് കരീം എന്ന വ്യക്തിയെ അയാളുടെ പൊക്കവും വണ്ണവും അയാളുടെ ശരീരഘടന വെച്ചിട്ട് അല്ലെങ്കിൽ രൂപം വെച്ചിട്ട് അളന്നിട്ട് ആളെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ പേരിൽ കുറ്റം അടിച്ചാക്ഷേപിക്കുന്ന മീഡിയക്കാരോട്, അവരെ മഞ്ഞപ്പത്രം എന്ന് ഞാൻ പറയുന്നത്, അവരെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അവരെ തെറി വിളിച്ചിട്ടുണ്ട്. ആ തെറി വിളിച്ചുകൊണ്ട് എനിക്ക് മറ്റുള്ള മീഡിയക്കാരുടെ ശത്രുക്കളായി. കാര്യം ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ പേരിൽ മറ്റുള്ള ആളുകൾ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ള മീഡിയക്കാർ പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചാക്ഷേപിച്ച് മീഡിയക്കാരെ മൊത്തം ഞാൻ ചീത്ത വിളിച്ചു. കാര്യം ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ പേര് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ മീഡിയക്കാർക്ക് ആർക്കും ആയിട്ട് ഞാൻ ആരും റെസ്പോണ്ട് ചെയ്യാതെ. ആക്ച്വലി ആ കേസ് അന്ന് വന്ന ടൈമിൽ ഷിയാസ് കരീം മീഡിയക്കാരെ തെറി വിളിച്ച് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരെ മോശം പരിപാടിയാണ് ഷിയാസ് കാണിച്ചത്. ഷിയാസിനെ നേരിട്ട് കണ്ട ടൈമിൽ ഷിയാസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പരിപാടി വളരെ മോശമുള്ള പരിപാടിയാണ്. നമുക്കെതിരെ ഒരു കേസ് വരും, മീഡിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾക്കുള്ള സപ്പോർട്ടും വരും, നമുക്കുള്ള ക്രിറ്റിസിസവും വരും, എല്ലാ മീഡിയക്കകത്ത് വരും. അതുകൊണ്ട് മീഡിയക്കാരെ തിരിച്ച് അങ്ങോട്ട് പോയിട്ട് നീ ആടാ, നീ എന്തുടാ, നീ അങ്ങോട്ട് കൊടുക്കാൻ, അതായത് ഷിയാസിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഷിയാസിൻ്റെ ശരികളായിരിക്കും, പക്ഷെ മീഡിയക്കാർ അതേ ശരികൾ തന്നെ കൊടുക്കണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു കേസ് വരുന്ന സമയത്ത് മീഡിയ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഇപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാൾ, അയാൾക്കെതിരെ ഒരു കേസ് വരുമ്പോൾ എല്ലാ മീഡിയകളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ എല്ലാ മീഡിയകളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. മീഡിയ ആണ്, അത് മിക്സ്ചർ മാതിരിയാണ്, മിക്സ് ബാഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കയറിയിട്ട് ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മീഡിയേൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്യാനും ടേക്കപ്പ് ചെയ്യാനും റെഡി ആയിട്ടുള്ള മീഡിയ ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കും, ഇല്ലെങ്കിൽ സൈലൻ്റ് ആവുക. ഓക്കെ, കോർട്ട് അതിൽ പിന്നെ അങ്ങനെ നിയമത്തിൻ്റെ വഴികളിലൂടെ ബാക്കി പോക്ക്. മീഡിയക്കാർ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നിയമത്തിൻ്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടുമ്പോൾ അവരതെടുത്തിട്ട് മീഡിയയിൽ ഇട്ടോളും എന്നുള്ള രീതിക്ക് ഉണ്ടായിരിക്കുക. അല്ലാതെ അവരെ വന്ന് ചീത്ത വിളിച്ചിട്ട് പിന്നെ മീഡിയക്കാർ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് ഷിയാസിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചോളൂ, ഞാൻ ഒരു 10, 12, 13 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട്, അതും ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഞാൻ മോഡലിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റെ കാര്യം. അപ്പോൾ എൻ്റെ എതിരെ പെൺകുട്ടിയാണ് കേസ് കൊടുക്കുന്നത്. ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ പെൺകുട്ടികൾ. കാര്യം അതിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ സ്ത്രീകളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ആരും എൻ്റെ പേര് ഷിയാസ് കരീം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരു സ്ത്രീ വന്ന് പറയുന്നില്ലല്ലോ. ഇത് 2 വർഷം 3 വർഷം കൂടെ പ്രേമം എനിക്ക് 100% പ്രേമം ഉണ്ടായിരുന്നു. എന്നോട് പ്രേമം നടിച്ച് എൻ്റെ കൂടെ ചേർന്ന് ലാസ്റ്റ് ഞാനത് മനസ്സിലാക്കിയ ശേഷം ഞാനത് നിരസിക്കുമ്പോൾ എൻ്റെ പേരിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുന്നതിന് യോജിക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെയാണ്, അതാണ് സത്യമെങ്കിൽ നമ്മൾ യോജിക്കില്ല. അതാണല്ലോ സത്യം. നിങ്ങൾ കണ്ടില്ല, എൻ്റെ പേരിൽ 3 വർഷം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഞാൻ പീഡിപ്പിച്ചു എന്നാണ് എൻ്റെ പേരിൽ കേസ് വന്നത്. നിങ്ങൾക്ക് തോന്നണ്ടോ ഞാൻ അങ്ങനെ പീഡിപ്പിക്കാനുള്ള ഒരു... നിങ്ങൾ എന്നെ എത്ര വർഷമായിട്ട് അറിയാം? ഒരു 3 വർഷമായിട്ട് അറിയാം. എന്തെങ്കിലും രീതി നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ എൻ്റെ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുണ്ടായിരുന്നു? ഇല്ല. നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഷിയാസ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, എന്നോട് ഇങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്നെ ഇവിടെ പിടിച്ചോട്ട് ഷിയാസ് ചോദിച്ചു, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു നേരം വരാമോന്ന് ഷിയാസ് ചോദിച്ചു? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ബോഡിയും ശരീരമൊക്കെ എനിക്കുണ്ട്. ഒരു സ്ത്രീയായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ കൈ വേർക്കും, എൻ്റെ ഇവിടെ വേർക്കും. അത് ഞാൻ അൺകംഫർട്ടായിട്ടുള്ള ഒരാളാണ്. എനിക്കൊരു കംഫർട്ട് സോൺ ആയാൽ മാത്രമാണ് സ്ത്രീയാണെങ്കിൽ പുരുഷനായാലും ഞാൻ സംസാരിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ പ്രേമം നടിച്ച് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് ഞാൻ പറയാം, പൊട്ടന്മാരായ ആളുകൾ വിശ്വസിക്കും, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ വിശ്വസിക്കാം എന്നെ പീഡന വീരെന്നോ അല്ലെങ്കിൽ പീഡിപ്പിച്ചോ എന്തോ പറയാം. വിദ്യാഭ്യാസമുള്ള എല്ലാ ആളുകൾക്കും അത് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഷിയാസ് കരീം, ഷിയാസിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഷിയാസിന് എന്താണോ പറയാനുള്ളത് അത് ഇവിടെയാണ് തുറന്നു പറയാൻ തുടങ്ങുന്നത്. ഷിയാസ് ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈ കേസ് കേട്ടതും കണ്ടതുമായിട്ടുള്ള എല്ലാവരും അന്ന് കമൻറ്റ് ബോക്സിലും വീഡിയോ ഇട്ട സമയത്തും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതായത് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ, ആ പ്രേമമുള്ള സമയത്ത് ആളുകൾ എന്ത് ചെയ്യുന്നു, പ്രേമമാണ് വലുത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പ്രേമിച്ച് മുന്നോട്ട് പോകുന്നു. അത് ബ്രേക്ക് ആവുന്ന സമയത്ത് ഒരു വിവാഹ വാഗ്ദാനം എന്നുള്ളൊരു കാര്യം, അതൊക്കെ ഇനി കോടതി തെളിയണതാണ്. ഈ വിവാഹ വാഗ്ദാനം, അതിൻ്റെ തെളിവുകൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ കോടതിയിലാണ് തെളിയണത്. എന്നാലും ഷിയാസിൻ്റെ ഒരു വേർഷൻ വെച്ചിട്ട് ഷിയാസ് പറയുന്നത് 2-3 വർഷം പ്രേമിച്ചു, അതിലെവിടെ പീഡനം വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഷിയാസ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു നിയമം വെച്ചിട്ട് ഒരു ലേഡിക്ക് പോയിട്ട് അങ്ങനെ പറയാം, അവർക്കത് കൊടുക്കാം. കാരണം ഇപ്പോൾ മീറ്റു പോലത്തെ ആരോപണങ്ങൾ അതിവിടെ ഉണ്ടല്ലോ. എത്ര വർഷം ശേഷമാണെന്നുണ്ടെങ്കിലും
ഒരു സ്ത്രീ അനുഭവിച്ച ട്രോമ അല്ലെങ്കിൽ അവരനുഭവിച്ച പ്രശ്നങ്ങൾ അവർക്ക് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, പക്ഷെ അത് പ്രസൻറ്റ് ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കറിയാലോ, പല ഫേക്ക് അലിഗേഷൻസും ഈ ഒരു വിഷയത്തിൽ വരാറുണ്ട്. പല ഫേക്ക് അലിഗേഷൻസും വരാറുണ്ട്. ഈ ഫേക്ക് അലിഗേഷൻസ് വരുന്ന കേസുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ സഫർ ചെയ്യുന്ന ആ ഒരു പുരുഷൻ്റെ അവസ്ഥ ഭയങ്കര വേസ്റ്റ് ആയിരിക്കും. കാരണം ഇതൊരു ഫേക്ക് അലിഗേഷനാന്നുള്ളതൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും ഈ പുരുഷന് നഷ്ടപ്പെടേണ്ട അവൻ്റെ നാണവും മാനും ഒക്കെ പോയിട്ടുണ്ടാവും. കാരണം ഒരു പുരുഷനെതിരെയാണ് ഇങ്ങനത്തെ ഒരു ലേഡി കേസ് കൊടുക്കുന്നതെന്നുള്ളപ്പോൾ ആ ടൈമിൽ ആ പുരുഷൻ്റെ സർവത്ര കരിയർ പോവും, ജോലി പോവും, ഇമേജ് പോവും, അവൻ്റെ വീട്ടുകാർ മോശക്കാരാവും. അങ്ങനെ ആകെ മൊത്തം ഒരു പുരുഷന് വരുന്ന നഷ്ടങ്ങൾ അതിനെക്കുറിച്ചിട്ട് സൊസൈറ്റി ഡിസ്കസ് ചെയ്യാറേയില്ല. ഇതുവരെയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല. വളരെ കുറച്ച് കേസുകളിൽ വളരെ റെയറായിട്ട് മാത്രമാണ് അങ്ങനത്തെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും. ഓക്കെ, അപ്പോൾ അതൊരു സൈഡാണ്. ആ ഒരു സൈഡ് എനിക്ക് തോന്നുന്നത് അത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു നിയമത്തിലും കാര്യത്തിലൊക്കെ മാറ്റവും ഭേദഗതിയൊക്കെ വരുത്തേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഒരുപാടുണ്ട്. കാരണം ഫേക്ക് അലിഗേഷൻസിലൊന്നും ആരും പെട്ട് ജീവിതം പോവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഷിയാസിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പ്രണയം ഫേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ മെൻ്റലി ഭയങ്കര ഡിസ്ട്രാക്റ്റ് ആവും. കാരണം നമ്മൾ സൂസൈഡ് ചെയ്യണം തോന്നും, ലഹരി പദാർത്ഥങ്ങളിൽ അഡിക്റ്റ് ആവും, അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ വരും. ഞാൻ പിന്നെ ഒന്നിനും പോയില്ല. മീഡിയക്കാരനെ വിളിച്ചേ, ഞാൻ ദുബായിലെ സമയത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ല അറിയാമെന്ന് ചോദിച്ചു. അല്ല അതിൽ വന്നല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ പൊന്നേട്ടാ ഈ പറഞ്ഞ അവർക്കൊന്നും എന്നെ പറ്റി അറിയാൻ പാടില്ല. ഷിയാസ് കരീം നടനും മോഡലും എന്ന് പറഞ്ഞൊരു നല്ല സാധനം കിട്ടി. ആ ഒരാഴ്ച ഓടിക്കാൻ ഒരു സാധനം കിട്ടി. അത് വെച്ചാൽ അവർ നല്ലോണം അങ്ങ് ഓടിച്ചു. അതിലെന്താ സംഭവിക്കുന്നത് അറിയോ? ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ, അയാളുടെ വ്യക്തിയുടെ പേഴ്സണാലിറ്റി അവിടെ കില്ല് ചെയ്യുന്നത്. എന്താണ് ഒരു നിമിഷമെങ്കിലും ഒരമ്മ, ഒരു കുടുംബിനി TV കാണുമ്പോൾ എൻ്റെ അമ്മ ഇവൻ ഇങ്ങനത്തെ ആളാണോ? അതാണ് പ്രശ്നം. 5 കൊല്ലം 2 കൊല്ലം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് എൻ്റെ കേസ് കോടതിയിൽ വരാണെന്ന് വയ്ക്കും. കേസ് വന്ന് ഞാൻ കോഷ്യം കൊടുത്തപ്പോൾ ഫസ്റ്റ് കോഷ്യന് തള്ളി, രണ്ടാമത്തെ കോഷ്യം കൊടുത്തു. കോടതിക്ക് മനസ്സിലാക്കണം, തെളിവുകൾ ഉൾപ്പെടെ കോഷ്യം കൊടുക്കണം. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ആ സമയത്ത് അവിടെയായിരുന്നു, ഞാൻ ഈ സമയത്ത് ഇവിടെയായിരുന്നു, ഞങ്ങൾ ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ കല്യാണം എൻ്റെ പേര് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അവരുടെ സ്ത്രീ കുട്ടിയുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഞാൻ എൻ്റെ വക്കീലായിട്ട് സംസാരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് കേസ് കോടതി തള്ളാണ്. ഈ കേസ് ഒരു കള്ളക്കേസാണ്, കോടതി തള്ളി. അത് വരില്ല മീഡിയയിൽ. അത് പിന്നെ അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഷിയാസ് പറഞ്ഞ രീതിയിലാണ് ഷിയാസിൻ്റെ കേസ് ഒരു കള്ളക്കേസാണ് എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഉറപ്പാണ് എന്ത്, ആ വിവരം കോടതിയിൽ നിന്നിപ്പോൾ ഒരു വിധി വന്നു, കേസ് കോഷായി പോയി കഴിഞ്ഞാൽ അതൊരു വാർത്തയാവില്ല. അതിവിടെ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. വാർത്തകൾ ആഘോഷിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഈ പറഞ്ഞ കേസ് കൊടുക്കുന്ന ടൈമിലാണ്. അതിൻ്റെ വിധി വരുമ്പോൾ പിന്നെ അതൊന്നുമില്ല. അത് എസ്പെഷ്യലി അത് ഈ പറഞ്ഞ രീതിയിൽ ഒരാണിന് പോസിറ്റീവായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പീഡന പരാതി കൊടുത്തു, അതൊരാണിന് വളരെ പോസിറ്റീവായിട്ട് അത് കോടതിയിൽ വിധി വന്നു, അതായത് ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ളത് പ്രൂവ് ആയ, പിന്നെ അതിൻ്റെ മുകളിൽ വലിയ അപ്ഡേഷനോ കാര്യങ്ങളോ വന്നാലടക്കം മീഡിയയിൽ അത് വരില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ആർക്കാണോ ഈ പോസിറ്റീവായിട്ടുള്ള ഒരു വേർഡിക്റ്റ് വന്നത്, അവർ പിന്നെ സോഷ്യൽ മീഡിയ വഴി എനിക്കിങ്ങനെ ഒരു പോസിറ്റീവ് സാധനം വന്നു എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ കുറച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സിമ്പതി സാധനങ്ങളൊക്കെ വർക്കൗട്ട് ആയത് ചില കേസുകളിൽ റെയറായിട്ട് ഇത് ഡിസ്കസ് ആവും. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കേസ് വരുന്ന ടൈമിൽ അത് കേസായിട്ട് തന്നെ ഇരിക്കും. അത് ഡിസ്കസ് ചെയ്യപ്പെടും, ആഘോഷിക്കപ്പെടും. എസ്പെഷ്യലി ഒരു സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ അത് ആഘോഷിക്കപ്പെടും. ഞാൻ മീഡിയനെ ഒറ്റടിക്ക് അടിച്ചാക്ഷേപിക്കുന്നില്ലല്ലോ. എന്നെ മീഡിയക്കാർ വന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ പീഡിപ്പിച്ചോ എന്ന് അങ്ങനെ എടോ, ഇത് ബുദ്ധിയുള്ള ആൾക്ക് 2021 മുതൽ 22 മുതൽ 23 വരെ പീഡിപ്പിച്ചു എന്നാണ് എൻ്റെ പോയി കേസ് കൊടുത്താൽ അത് എങ്ങനെ പീഡനമാവും നിങ്ങൾ ചിന്തിക്കുന്നേ? അത് പിന്നെ അങ്ങനെ ചോദിക്കുന്ന ആവശ്യമുണ്ട്. നിങ്ങൾ പീഡിപ്പിച്ചു, നിങ്ങൾ പീഡന കേസിന് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ? തെളിവുകൾ ഉണ്ടാവില്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുകളുണ്ടാവും. കാര്യം ഇതിപ്പോൾ എടോ നമ്മുടെ ഇപ്പോഴത്തെ ഈ മെഡിക്കലും ആണെങ്കിലും ലോജിക്കലി ഇപ്പോൾ ഒരു പോലീസുകാരോട് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഒരു പോലീസുകാരന് പറ്റും. ഞാനിപ്പോൾ ദുബായിലാണെങ്കിൽ അങ്ങനെ ഞാൻ ബ്രൂട്ടലായിട്ട് അങ്ങനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദുബായിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും
ഒരിക്കലും എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ ദുബായിൽ 1 month നിന്നു. എൻ്റെ അടുത്ത് പറയാൻ പാടില്ല. എൻ്റെ അടുത്ത് പോലീസ് പറഞ്ഞാൽ എടാ നിനക്ക് ജാമ്യം എടുത്തിട്ട് നീ ഇങ്ങോട്ട് ഒന്ന് സറണ്ടർ ആയിട്ടോ, അല്ലാതെ ഇങ്ങോട്ട് വരണ്ട കേട്ടോ ഷിയാസ് എന്നാ എന്നോട് പറഞ്ഞത്. ഒരു പക്ഷെ ആ പെൺകുട്ടി അങ്ങനെ ഒരു കള്ളക്കേസ് കൊടുക്കാൻ കാരണമായിട്ടുള്ള എന്തായിരിക്കും? എനിക്ക് അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് കേസ്? പിന്നെ അവർക്ക് കുട്ടിയുള്ള കാര്യം ഞാൻ അറിഞ്ഞു, അവരുടെ ഹസ്ബൻഡ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞു, അവർക്ക് മുമ്പ് വേറെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം അറിഞ്ഞു, അവർ ഞാനായിട്ടുള്ള സംബന്ധിച്ച് വേറെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞു, വേറെ പരിപാടികളുള്ള കാര്യം, പിന്നെ അവർ പല സാധനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇതെല്ലാം ഞാൻ അറിയുമ്പോൾ എനിക്ക് കിട്ടിയാണെങ്കിൽ ഇത്ര റീസൺസ് മതിയില്ലേ? ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ ചെറിയ കാര്യങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഡിവോഴ്സ് ആവുന്നുണ്ട്. ഞാൻ ഒരുപാട് റീസൺ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഷിയാസ് ഈ ഒരു കേസിൽ പെടാനുണ്ടായതിൻ്റെ ഒരു റീസൺ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് എനിക്കെതിരെ ഈ കേസ് കൊടുത്ത വ്യക്തി കേസ് കൊടുക്കാൻ കാരണം ഈ വിവാഹം കഴിക്കാം എന്നുള്ളതിൽ അത് നടന്നില്ല, വിവാഹം നടന്നില്ല. അതിന് കാരണം അവർക്ക് ഓൾറെഡി ഒരു ഹസ്ബൻഡ് ഉണ്ട്, അതിലൊരു കുട്ടിയുണ്ട്, അല്ലാതെ കുറേ അഫയേഴ്സ് ഉണ്ട്, അല്ലാതെയും പല കാര്യങ്ങളും ഷിയാസ് അവിടെ പറഞ്ഞു വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതിനൊരു റീസൺ എന്തായിരുന്നു എന്നറിയാത്തവർക്കും ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർ, ഇത് കണ്ടിട്ടില്ലാത്തവർ നിങ്ങളൊന്ന് കയറി കണ്ടാൽ മതി. ഷിയാസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്ത വീഡിയോ, അതിൽ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഷിയാസ് ഇപ്പോൾ ഈ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, കല്യാണ നിശ്ചയമായ ഫോട്ടോ ഇടുന്നതും കേസ് FIR എഴുതുന്നതൊക്കെ ഒരു ദിവസം തന്നെയാണ്. നിശ്ചയത്തിന് ശേഷം ആക്ച്വലി ഞാനിത് അങ്ങും പറഞ്ഞിട്ടില്ല. കല്യാണം ഇങ്ങനെ എനിക്ക് ആ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ അറിയിക്കുന്നതാണ്. കല്യാണത്തെ പറ്റിയൊന്നും ഞാൻ അങ്ങനെ ഭീകരമായിട്ട് സംസാരിക്കാൻ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കല്യാണം കഴിച്ച് കല്യാണം ഉണ്ടാവും, ഞാൻ അറിയിക്കാം. ഷുവർ കല്യാണം ഉണ്ടാവും, ഡെഫിനറ്റ്ലി. ഈ നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ ആയിരിക്കോ? നിശ്ചയിച്ച പെൺകുട്ടി തന്നെ കല്യാണം കഴിക്കണമെന്നൊന്നും നമുക്ക് നിയമങ്ങളൊന്നും ഇല്ലോ. കല്യാണം കഴിക്കും ഞാൻ. എനിക്ക് നല്ലൊരു ഇപ്പം നിശ്ചയിച്ച പെൺകുട്ടി റെഡി ആവണേ ഞാൻ കുട്ടിയെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ വേറെ ആളെ കല്യാണം കഴിക്കും. എന്തായാലും ഞാൻ കല്യാണം കഴിക്കും, ഡെഫിനറ്റ്ലി. കല്യാണം കഴിക്കാതെ ഞാൻ അങ്ങനെ മറ്റേ ചെമ്മീൻ മൂവിയിലെ മധുവിനെ പോലെ മറ്റേ പാട്ട് പാടി മറ്റേ ബീച്ചിലൂടെ നടക്കാൻ. അപ്പൊ ആക്ച്വലി ഷിയാസ് കരീമിന്റെ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് പറയുന്നു. നിങ്ങളുടെ വീഡിയോനടിയിലൊക്കെ, എൻ്റെ വീഡിയോനടിയിൽ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഷിയാസ് കരീമിന്റെ ഫോട്ടോസൊക്കെ മാറ്റി, ഷിയാസ് കരീമിന്റെ റിലേഷൻ പൊട്ടി, ഷിയാസ് കരീം മറ്റേ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വീഡിയോസ് റിമൂവ് ചെയ്തു, അതെന്താ ചേട്ടാ അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ ഷിയാസ് എന്നെ പറഞ്ഞതിൽ നിന്ന് ഏകദേശം അത്യാവശ്യം അരി കഴിക്കുന്നവർക്ക് മനസ്സിലാവും അത് നടക്കും തോന്നുന്നില്ല. കാരണം ഷിയാസ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്. അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെന്നും ഇല്ലല്ലോ, അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ പോരെ എന്നുള്ള രീതിയിലാണ് ഷിയാസ് സംസാരിക്കുന്നത്. സോ ഹിസ് പേഴ്സണൽ റീസൺസ് ആയിരിക്കാം മേ ബി. എന്താണെങ്കിലും കല്യാണം കഴിക്കുന്ന സമയത്ത് ഷിയാസ് പറയാമെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ റീസൺ ഷിയാസ് പറയാതെ നമുക്ക് ആർക്കും അറിയില്ലടി. ഷിയാസ് തന്നെ പറയും. ഇപ്പം ഇത്രയും കാര്യം പറഞ്ഞ ഷിയാസ് ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ കല്യാണം ഡ്രോപ്പ് ആവുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിശ്ചയം കഴിഞ്ഞിട്ട് നടക്കുകയോ ഇല്ലേ, അതോ ഇനി ആരെ കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ ഷിയാസ് തന്നെ പറയട്ടെ. എന്താണെങ്കിൽ അതിനുള്ള ഉത്തരം കിട്ടിയില്ലേ? അതായത് എൻ്റെ അടുത്ത് വന്ന് കമൻ്റ് ഇട്ടവർക്കും എൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് അയച്ചവർക്കൊക്കെ ഷിയാസ് കരീമിൻ്റെ കല്യാണം ഒഴിവായോ, ഷിയാസ് കരീമിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആ കല്യാണം പൊട്ടിപ്പോയോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നവർക്ക് ഷിയാസ് വഴി തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പറയാനും പറ്റില്ല, ചിലപ്പോൾ അവർ തന്നെ കല്യാണം കഴിച്ചു എന്നും വരും. എന്താണെങ്കിലും ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് അത് നടക്കില്ല എന്നുള്ളൊരു ടോൺ തന്നെയാണ് ഷിയാസ് പറഞ്ഞു വയ്ക്കുന്നത്. സോ ഷിയാസ് കരീമിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഷിയാസ് എനിക്ക് തോന്നുന്നത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങളൊന്നും പറയാതെ പറഞ്ഞു. എന്താണെങ്കിലും ഷിയാസിന് വന്നൊരു ഇമേജിൻ്റെ പ്രോബ്ലം, അല്ലെങ്കിൽ ഷിയാസിൻ്റെ കരിയറിൽ വന്നൊരു ഇഷ്യൂ, കരിയർ റിലേറ്റഡ്. ഷിയാസ് പറയുന്നത് ഒരു റിവെഞ്ചായിട്ട് വന്ന കേസാണ്. അപ്പോൾ കരിയറിൽ തന്നെ അത് ബാധിച്ചൊരവസ്ഥ ഷിയാസിന് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് പേഴ്സണലി അറിയാം. ഷിയാസിനായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് ഞാനിപ്പോൾ നല്ല ഫ്രണ്ടാണ്. ഷിയാസിൻ്റെ കരിയറിൽ എന്ത് സംഭവിച്ചു എന്നും എനിക്കറിയാം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സെലിബ്രിറ്റി ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമിലൊക്കെ ചില ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക. ഓക്കെ, അതിന് കൺസെൻറ്റിൻ്റെ മുകളിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ചിന്തിക്കുക. അതായത് നിങ്ങളിപ്പോൾ 10 ആളെ അറിയുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളൊരു റിലേഷൻ കൊണ്ടുവരുമ്പോഴോ ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോഴോ ചിന്തിക്കുക, ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും. നിങ്ങൾക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറ്റാത്ത സിറ്റി നിങ്ങളും വളരെ കാഷ്വലായിട്ട് എടുക്കുന്നു, പക്ഷെ നിങ്ങളുടെ അപ്പുറത്തുള്ള ആൾ അങ്ങനെ എടുക്കണം എന്നില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളൊരു 10 ആൾ അറിയുന്ന വ്യക്തിയാകുമ്പോൾ റിലേഷൻഷിപ്സ് മേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സമയത്ത് വളരെ ചിന്തിച്ചിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകും.
ഓക്കെ, കുട്ടിക്കളിയായിട്ട് എടുക്കാതിരിക്കുക. കാരണം അത് കരിയറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും, ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും.